അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ ഉച്ചയ്ക്കത്തെ ലഞ്ച് പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ ഞങ്ങളിനി മൈസൂർ സൂവിലേക്കാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു മൈസൂർ പാലസിൻ്റെ അവിടെ നിന്നൊരു 6 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ മൈസൂർ സൂവിലേക്ക്. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കാണാത്തവർ കാണുക, ഞാനത് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ വന്ന് ടിക്കറ്റ് കൗണ്ടറിൽ വന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ഇനി നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇനിയും സൂവിലേക്ക് പോവുകയാണ്. സൂ എന്ന് പറയുമ്പോൾ അങ്ങനെ കൂട്ടിലടച്ച് അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ കാണാം അങ്ങനത്തെ സംഭവമൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ റൂട്ട് മാപ്പ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അങ്ങ് മേളിൽ വരെയും ഫുൾ ആനിമൽസാണ്. അപ്പോൾ എല്ലാം നമുക്ക് കണ്ടു കേട്ടിങ്ങനെ പോരാൻ പറ്റും. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് തത്തകളെയാണ്. വെറൈറ്റി ടൈപ്പ് ഓഫ് തത്തകളുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു തത്ത തൊട്ട് വലിയ വലിയ തത്തകൾ വരെ ഉണ്ട്. ഇതൊക്കെ എന്തുതരം പക്ഷികളാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഞാനിതിനൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അവർ എല്ലാ ഡീറ്റെയിൽസും സത്യം പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ. നമുക്ക് വേണമെങ്കിൽ വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കാം എന്തുതരം പക്ഷിയാണ്, അത് ഏതുതരം വർഗത്തിൽപ്പെട്ടതാണ് എന്നൊക്കെ നമുക്ക് അതിനകത്ത് നോക്കി വായിക്കാൻ പറ്റുന്നതാണ്. അവരെല്ലാം ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ബാംഗ്ലൂർ ബനാർഘട്ടെ പാർക്കിൽ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളാണ് കൂട്ടിൽ കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ ആനിമൽസ് എല്ലാം നല്ല വിശാലമായി സ്വാതന്ത്ര്യത്തോടെ ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. നമ്മളിങ്ങനെ നടന്ന് കാണുന്നത് അതുങ്ങളെ കൂട്ടി പിടിച്ചിട്ടേക്കുക. ഒരു കണക്കിൽ നോക്കിയാൽ കഷ്ടമാണ് കേട്ടോ, കൂട്ടിലിങ്ങനെ പിടിച്ചിട്ടേക്കുക നോക്കുമ്പോൾ. പക്ഷേ കുറേ കഴിയുമ്പോൾ ഇതൊക്കെ വംശനാശം വന്നു പോയി കഴിഞ്ഞാൽ നമുക്കിതിനൊന്നും പിന്നെ കാണാൻ പോലും പറ്റില്ല. ഈ കിടക്കുന്നതാണ് ടൈഗറാണ് കേട്ടോ. കാരണം ഇവിടെ സെറ്റിങ്സൊക്കെ എനിക്കിഷ്ടപ്പെട്ട. എല്ലാത്തരം ആനിമൽസിനും അവരവരുടേതായ രീതിയിൽ അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ടൈഗറിനൊക്കെ ആണെങ്കിൽ അവർക്ക് നടക്കാനൊക്കെ ആയാലും അതിൻ്റെതായ വഴികളൊക്കെ ഇട്ട് കൊടുത്ത് മരങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് അടിപൊളിയാണ് കേട്ടോ. ഇത് ലയണിൻ്റെ സെക്ഷനാണ്. ലയണാണ് ഇവിടെ കൂടുതലും. മെയിലും ഫീമെയിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. ഇത് ഇവിടെ മങ്കിയാണെന്ന് മങ്കിയല്ലേ ഈ സിംഹവാലൻ കുരങ്ങ് അങ്ങനത്തെ ടൈപ്പില്ലേ, അതൊക്കെയാണ്. മങ്കിയാണ് ശരിക്കും പറഞ്ഞാൽ. മങ്കിയും കുരങ്ങന്മാർക്ക് പോകാൻ വേണ്ടി റോപ്പൊക്കെ കെട്ടി കൊടുത്തിരിക്കുക. അവർക്ക് കളിക്കാനും ചാടാനും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വലിയ ഏരിയയിലാണ് ഇവർ ഈ മൈസൂർ സൂ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ സംഭവമൊന്നും അല്ല കേട്ടോ. വലിയ ഏരിയയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് നടന്ന് കാണാൻ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നൊരു 3 കിലോമീറ്ററോളം നടക്കാനുണ്ട്. നമുക്ക് വേണമെങ്കിൽ വണ്ടി സർവീസ് ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഞങ്ങളെടുത്ത് നടന്ന് കാണുമ്പോൾ അതിൻ്റേതായൊരു ഭംഗിയുണ്ടല്ലോ. അപ്പം ഞങ്ങൾ നടന്ന് കാണാൻ വേണ്ടി പ്ലാൻ ചെയ്ത് അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ്. ഇതൊക്കെ കരടി കുട്ടന്മാരുടെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു കുറുക്കന്മാരാണെന്ന് തോന്നുന്നു. ദൂരെ നോക്കി നമുക്ക് അത്ര ക്ലിയറായി കിട്ടില്ല. സെൽഫി സ്റ്റിക്കും കൊണ്ടൊക്കെയാണ് ഞാൻ പോയത്. പക്ഷേ സ്റ്റിക്ക് ഒരിടത്തൊക്കെ കയറ്റിയിട്ട് അലൗഡ് അല്ലെന്ന് പറഞ്ഞു. തിരിച്ചു കൊണ്ട് വെക്കേണ്ടി വന്നു. പിന്നെ എനിക്ക് ഇവിടെ ഈ സൂവിലെ വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമുക്ക് ഇരിക്കാനുള്ള സീറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ ആനിമൽസിൻ്റെ സെക്ഷൻസ് കഴിയുമ്പോൾ നമുക്കവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇനിയും നെക്സ്റ്റ് ഏത് ആനിമൽസാണ്, അത് ഏത് വർഗത്തിൽപ്പെട്ടതാണ്, ഏത് തരത്തിലുള്ളതാണ്, അവിടെ ഏതൊക്കെ തരം ആനിമൽസ് ഉണ്ട്, എല്ലാം വെറൈറ്റി നമുക്ക് ബോർഡ് വെച്ച് നമുക്ക് നോക്കി പോകാവുന്നതാണ്. പിന്നെ നമ്മൾ സഞ്ചരിക്കുന്ന കിലോമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കി പോകാവുന്ന. കണ്ടോ ഫ്രണ്ട്സ്, ഇവിടെ ഇനി അടുത്ത് മൊത്തം ഡിയറിൻ്റെ സെക്ഷനാണ് അവർ കൊടുത്തിരിക്കുന്നത്. പേടമാനും പുള്ളിമാനും എല്ലാത്തരം മാനുകളും ഒക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഹൈന എന്ന് വർഗത്തിൽപ്പെട്ട ഒരു ആനിമലാണ്. ഈ ഒരു സെക്ഷനിലേക്ക് കയറുമ്പോൾ ഇവിടെ ഡിയറും പിന്നെ ഹൈന കാറ്റഗറിയിൽപ്പെട്ട ആനിമൽസാണ് കൊടുത്തിരിക്കുന്നത്. അൺഡിസ്റ്റർബ്ഡ് ഹൈന എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഹൈനയുടെ വേറൊരു വർഗത്തിൽപ്പെട്ടതാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്.
ഇതും ഡിയറാണ്. ഡിയറൊക്കെ ഒരു പലതരം വെറൈറ്റികളുണ്ട്. ഓരോ ആനിമൽസ് തന്നെ പല കാറ്റഗറി പെട്ടതൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ഇത്രയും ആനിമൽസിനൊക്കെ ആദ്യമായിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഈ ഒരു സെക്ഷൻ ഫുള്ള് കാട്ടുപോത്ത് ആണ്. ഇത് ആഫ്രിക്കൻ ആന, ആഫ്രിക്കൻ എലിഫൻ്റ് ആണ്. എനിക്കൊന്ന് 2-3 എങ്ങാണ്ടേ ഉള്ളൂ. കുറേ നടന്ന് ക്ഷീണിച്ച് കുറേ നേരമൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് റെസ്റ്റ് എടുത്തു. അമ്മയും ക്ഷീണിച്ച് കേട്ടോ. നമുക്ക് നടക്കാൻ നല്ല ദൂരമുണ്ട്. നടന്നു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് നടക്കണ്ടായിരുന്നു, വണ്ടിയിൽ കയറിയാൽ മതിയായിരുന്നു എന്ന്. ഇത് നമ്മുടെ ആന, ഇന്ത്യൻ എലിഫൻ്റ്. ഇതാണ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞിരിക്കാൻ സീറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കേട്ടോ. സത്യം പറഞ്ഞാൽ അടിപൊളി സൂ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതും മറ്റേ കുരങ്ങന്മാരുടെ ഏരിയ ആണ്. ഇത് രസമാണ്, പക്ഷേ നോക്കി അതിന് പറ്റിയ അതിൻ്റെ റോപ്പും അതിൻ്റെ മരച്ചില്ലകളും കൊമ്പുകളും ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കളിക്കാനായാലും എല്ലാത്തരം സംഭവങ്ങൾക്കായാലും അടിപൊളി കേട്ടോ. ഇവിടെ കരടിയാണ് കേട്ടോ. നല്ല കറുത്ത 2 കരടിക്കുട്ടനുണ്ട്. ഒന്നുണ്ട് അവിടെ ഉണ്ട്, ഒന്ന് കൂടിൻ്റെ അവിടെ നിൽപ്പുണ്ട്. എന്താണ് ഇവർ കാണിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഞാൻ കുറച്ചേരം അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയിരുന്നു എന്താ പിന്നെ കാണിക്കുന്നതെന്ന് കേട്ടോ. അങ്ങനെ അതും കണ്ടു നേരെ ഇനിയും പിന്നെയും തിരിച്ചിങ്ങനെ നടക്കുവാണ്. നല്ല വലിയ ഏരിയയില്ല കേട്ടോ ഒരു സൂ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഒരു രക്ഷയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. എല്ലാവരും മാക്സിമം പോയി കാണുക കേട്ടോ. കാണാത്തവർ പോയി കാണുക. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. സിംഹത്തിന് നമ്മൾ എഴുതിയിരിക്കുന്നത്, സിംഹത്തിന്റെ ഫോട്ടോ അല്ലേ എന്ത് കൂടാണ് പൈസ എന്താണെന്ന് അറിയത്തില്ല. പണ്ട് ആനിമൽസിലായിരിക്കും കൊണ്ടുവരുന്നത്, അറിയത്തില്ല കേട്ടോ. ക്ഷീണിച്ച പക്ഷേ അടിപൊളിയാ. പക്ഷെ സംഭവം ഒത്തിരി നടക്കാനുണ്ട്. തീരെ മൈസൂർ സാൻഡൽസ് കിട്ടുന്ന ഷോപ്പാണ് ഗൈസ്. ഇനിയും റൈനോസേഴ്സിന് അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ത്യൻ റൈനോസേഴ്സ്. സത്യം പറഞ്ഞ് ഇതിനെയൊക്കെ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞ് ഞാൻ കാണുന്നത്. നമുക്കിവിടെ നോക്കി ശരി കാണത്തില്ല കേട്ടോ. തിരിഞ്ഞപ്പോഴാണ് ശരിക്കും നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അടിപൊളി. ഇത് കങ്കാരുവാണ്. 1-2 കണ്ട ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ 2 കണ്ടേ കണ്ടുള്ളൂ. ഇത് വലുതുമുണ്ട് ഒരു കുഞ്ഞുമുണ്ട്. ആണ് റൈനോസേഴ്സ്, അതായത് ബിഗ്. ഇനിയും പോകുന്നത് നമ്മൾ സെക്ഷനിലേക്ക്, സ്നേക്കിൻ്റെ സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇതാണ് പലതരം സ്നേക്കുകളുണ്ട്, പാമ്പുകളുണ്ട് ഇവിടെ. എല്ലാത്തരം ഉണ്ട്. ഇതെന്തോ പച്ചിലപ്പാമ്പാ കിടക്കുന്നത്. കണ്ടൊരു വള്ളി കിടക്കുന്ന പോലൊക്കെ തോന്നുമല്ലേ, ശരിക്കും പാമ്പാ കേട്ടോ. ഞാൻ ആദ്യം വള്ളിയാണെന്നാണ് കരുതിയത്, പക്ഷെ അല്ല. പിന്നെ നോക്കിയപ്പോൾ അനങ്ങുന്ന കണ്ടത്. ചെറിയ പാമ്പ് തൊട്ട് വലിയ പാമ്പ് വരെ ഇവിടെ ഉണ്ട്. അനാക്കോണ്ട വരെ ഉണ്ട്. ഗ്രീൻ അനാക്കോണ്ട എന്നാണ് എഴുതിയിരിക്കുന്നത്. സത്യം പറഞ്ഞ് ഈ പാമ്പുകളൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എനിക്കത്തില്ല. ഈ വെള്ളമൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പുറകെ നല്ല കട്ടിപ്പണിയുണ്ടെന്ന് തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. മരത്തിലിങ്ങനെ ചുറ്റിപ്പടഞ്ഞ് കിടക്കുക. ഇതും അനാക്കോണ്ട തന്നെയാണ്. അതിൻ്റെ വേറെന്തോ വകഭേദമൊക്കെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. അതിനും പോകുന്നത് നമ്മൾ ക്രൊക്കഡൈൽ മുതലക്കുട്ടന്മാരെ അടുത്തേക്കാണ് പോകുന്നത്. പിന്നെ അവിടുന്ന് പോകുന്ന കുറേ പക്ഷികൾ, അരയന്നങ്ങൾ, താറാവ്, അങ്ങനത്തെ വർഗത്തിൽപ്പെട്ട കുറേ എണ്ണങ്ങൾ. പിന്നെ ഓസ്ട്രിച്ച്, ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷി ഒന്നും കണ്ടേ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് 0.2 കിലോമീറ്ററും കൂടി ഉള്ളു. എല്ലായിടത്തും ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിലോമീറ്റേഴ്സ് അറിയാൻ പറ്റും കേട്ടോ.
ഇനി നെക്സ്റ്റ് ആനിമൽ എന്ന് പറഞ്ഞാൽ ജിറാഫാണ്. എനിക്ക് തോന്നുന്നു ഇതും കൂടിയുള്ള റോഡ് മാപ്പ് നോക്കിയപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, സൂവിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് എക്സിറ്റിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ വൺ ഡേ ട്രിപ്പ് പോലെ നമ്മൾ മൈസൂർ പാലസും കണ്ട് മൈസൂർ സൂവും കണ്ട് നമുക്ക് നേരിച്ച് വീട്ടിലേക്ക് പോകാം. ഒരു വൺ ഡേ ട്രിപ്പും ആകും. മൈസൂർ പാലസിൽ നിന്ന് എനിക്ക് ഒരു 6 മിനിറ്റും കണ്ടേ ഉള്ളൂ മൈസൂർ സൂവിലേക്ക്. അപ്പോൾ ഇന്ന് ഫുൾ ഡേ അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.